നമ്മുടെ വായനശാലയുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വിവിധ ഘട്ടങ്ങളിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ നന്ദിയോടെ സ്മരിക്കുകയാണ് വരുന്നത്. എങ്കിലും നമ്മൾ ഇന്നത്തെ പരിപാടി വളരെ ശുഷ്കമായി പോയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ MLA ഒക്കെ പെട്ടെന്ന് കൊണ്ടതുകൊണ്ടും കൂടുതൽ പരിപാടി ഒന്നും പറയാതെ ഈ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വലിയ ആഘോഷമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം മലയോര മേഖലയിലെ ആദ്യത്തെ വായനശാല, അതും മലബാറിലെ സത്യന്റെ സ്മരണാർത്ഥമുള്ള ഒരു വായനശാല. ആ നിലയിലെല്ലാം ആ ജൂബിലി ആഘോഷ പരിപാടികൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ആഘോഷമായി മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊരു പരിപാടിക്ക് പങ്കെടുക്കേണ്ടതായിരുന്നു. മാത്രമല്ല, ഇന്നിവിടെ വേദിയിരിക്കുന്നതെല്ലാം നമ്മുടെ ജനപ്രതിനിധികളാണ്. അവരുടെ വാക്കുകൾ കേൾക്കാനാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം പ്രത്യേകിച്ച് പുതിയ ജനപ്രതിനിധികൾ, ചെയർമാൻ ശ്രീ എത്തിച്ചേരാൻ പോകുന്ന ശ്രീ പ്രദീപൻ, ഈ 4 പേരും നമ്മുടെ ഈ വായനശാലയുടെ പരിധിയിൽ വരുന്നു. നമ്മളൊക്കെ സ്കൂൾ പഠിച്ചിട്ടുണ്ട്. ലക്ഷ്മി മാഷ് പാട്ട് പാടാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്, വരക്കാനുള്ള കഴിവ്, ഇതൊക്കെ കഴിവാണ്. അപ്പൊ അത് എല്ലാവർക്കും ഒന്നും ലഭിക്കില്ല. അപ്പൊ അത് നമുക്കറിയാം. പക്ഷെ എന്ന് വെച്ചിട്ട് കഴിവില്ലാത്തവരുമില്ല. എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ് മാറ്റുന്നത്. ഇവര് നമ്മുടെ നാടിന്റെ ഒരു അനുഗ്രഹീതരാണ്. ഇവരെ കണ്ടു വേണം നമ്മുടെ മക്കൾ ഇനിയുള്ള വരും തലമുറയ്ക്ക് ഇവരൊരു പ്രചോദനമാകും. ഇവരെ മാത്രമല്ല, ഇതിനെ പ്രേരിപ്പിച്ച ഇവരുടെ മാതാപിതാ പേരൻസിനെയും ഞാൻ ഏറെ അഭിനന്ദിക്കുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ അവർ സ്വാഗതം ആശംസിച്ച ശ്രീ സുനിൽകുമാർ, ഈ യോഗത്തെ നിയന്ത്രിക്കുന്ന ശ്രീ എം ബാലൻ, ഏർപ്പെടുത്തിയ ശ്രീ വായനശാല ഭാരവാഹികളും പ്രിയപ്പെട്ട നാട്ടുകാർ, എൻ്റെ നന്ദി കടപ്പാട് അറിയിച്ചു. നഗരസഭയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് EV രാമകൃഷ്ണൻ, സ്നേഹമുള്ള കൗൺസിലേഴ്സ്, നാട്ടുകാരെ, എണ്ണം പറഞ്ഞ വായനശാലയിലൊന്നാണ് നമ്മുടെ സത്യസ്മാരക വായനശാല. വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനതല അവാർഡുകൾ പല പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള ഒരു വായനശാലയാണ്.